നമസ്കാരം. ആരുടെ തെറ്റ്, ആര് തിരുത്തും? നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ് കനത്ത തോൽവിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ പല തരത്തിൽ തുടരുമ്പോൾ പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ പരാജയവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിലെ അഭിപ്രായ വ്യത്യാസം പുറത്തുവരികയാണ്. വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ തടസ്സമില്ല എന്ന കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. പാർട്ടി വിട്ടവർ വർഗവഞ്ചകർ തന്നെയെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണിശമായി തിരുത്തിയതോടെ ജയരാജൻ മലക്കം പറഞ്ഞു. എന്തു തെറ്റാണ് ചെയ്തതെന്ന് കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ചോദിച്ചു. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൽ വിരുദ്ധാഭിപ്രായം ഉണ്ടായതിന്റെ സൂചനയാണ്. ഏതു ഘട്ടത്തിലാണ് തെറ്റു തിരുത്തിയാൽ അവരോട് പൊറുക്കാത്തതെന്നായിരുന്നു ജയരാജന്റെ ആദ്യ പ്രതികരണം. എം വി രാഘവൻ അവസാന കാലത്ത് സിപിഎമ്മുമായി സഹകരിച്ചല്ലേ വന്നത്? ഗൗരിയമ്മയും ഒടുവിൽ സിപിഎമ്മുമായി സഹകരിച്ചല്ലേ പ്രവർത്തിച്ചത്? ഒരിക്കൽ നയപരമായും സംഘടനാപരമായും തെറ്റുപറ്റിയെന്നു കരുതി കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ടി കെ ഗോവിന്ദന്റെ നിലപാട് വർഗവഞ്ചനയാണെന്ന് താനല്ലേ പറഞ്ഞത്? നാളെ അദ്ദേഹം നിലപാട് തിരുത്തി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ വേണ്ടെന്ന് വെക്കുന്ന പാർട്ടിയല്ല സിപിഎം എന്നും ജയരാജൻ വ്യക്തമാക്കി. ഓരോരുത്തർ അവിടെയും ഇവിടെയുമായി ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഘടിപ്പിച്ചാണ് എം വി ഗോവിന്ദൻ ജയരാജനെ തള്ളിയത്. പാർട്ടിയുടെ ഭാഗമായല്ല അദ്ദേഹം സംസാരിച്ചതെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തെറ്റുതിരുത്തിയാൽ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കും. ജി സുധാകരനും ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് പാർട്ടി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടരുക തന്നെ ചെയ്യും എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കിയത്. തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയെന്നാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിനു ശേഷം ജയരാജൻ സ്വയം തിരുത്തി. അതേസമയം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അതിരൂക്ഷമായി കടന്നാക്രമിച്ചാണ് ജി സുധാകരൻ MLA രംഗത്തെത്തിയത്. ഗോവിന്ദൻ ഒരു സൈദ്ധാന്തികനാണ് എന്നത് വെറും പ്രചരണം മാത്രമാണ്. ഗോവിന്ദൻ സൈദ്ധാന്തികമായും പ്രായോഗികമായും ഒരു വർഗവഞ്ചകനാണെന്നും അദ്ദേഹം അടിയന്തരമായി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾക്കും ബൂർഷ്വാ വർഗത്തിനും സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ വർഗവഞ്ചന. പാർട്ടി നേതൃത്വത്തിലിരുന്ന് സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഗോവിന്ദനെന്നും പാർട്ടിയുടെ അധപതനത്തിന് അദ്ദേഹം കാരണമാകുന്നുവെന്നും സുധാകരൻ ആരോപിച്ചു. സ്വന്തം ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റുകൾ UDF വിജയിച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരു ഉളുപ്പുമില്ല എന്നും സുധാകരൻ പരിഹസിച്ചു. ഇത്രയും വലിയ തിരിച്ചടിയുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ തയ്യാറാകാത്ത ഗോവിന്ദൻ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നും പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതിൽ മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. താൻ സിപിഎമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളല്ല, പാർട്ടിയിൽ നിന്നും രാജിവെച്ചതല്ല. പാർട്ടി ഭരണഘടനയിൽ തന്നെ ഒരു മെമ്പർക്ക് മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ കാരണങ്ങളാണ് രാജിവെക്കുന്നതെങ്കിൽ അത് പാർട്ടി അംഗീകരിക്കില്ല, പുറത്താക്കുകയുമാണ് ചെയ്യുക. എന്നാൽ താൻ സ്വയം മാറി നിന്നതാണ്. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ലെന്ന കാര്യം താൻ ബ്രാഞ്ചിൽ പോയി പറഞ്ഞു. അവർ അത് അംഗീകരിച്ചു. മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് തന്നെ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. താൻ ഇപ്പോൾ സ്വതന്ത്രനാണെന്നും LDFലോ UDFലോ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു. എങ്കിലും മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ താൻ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.